മലയാളം സിനിമയിൽ ഇപ്പോൾ കഥാമോഷണം വലിയ വിവാദമാവുകയാണ്. മലയാളി ഫ്രം ഇന്ത്യയിലെ കഥ മോഷ്ടിക്കപ്പെട്ടു എന്ന പരാതിയാണ്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ഒരൊറ്റ കഥയുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി പേർ അവകാശവാദവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം. ഈ ഒരു ഘട്ടത്തിൽ കണ്ണൂർ സ്വദേശിയായ ഒരു സിനിമാ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ 6 വർഷം മുമ്പ് എഴുതി പൂർത്തിയാക്കിയ സിനിമാ നിർമ്മാണത്തിനായി തയ്യാറാക്കിയ തിരക്കഥ മോഷ്ടിക്കപ്പെട്ടു എന്ന പരാതിയുമായി ഫെഫ്കയെ സമീപിച്ചിരിക്കുന്നു. തിരക്കഥാകൃത്ത് എം പ്രസന്നൻ റിപ്പോർട്ട് ടിവിക്ക് ഒപ്പം ചേർന്നു. താങ്കളുടെ കഥ 2018 അത് പൂർത്തിയാക്കുന്നു. അത് സിനിമയാക്കാനുള്ള പ്രവർത്തനങ്ങൾ അത് കോവിഡ് കാരണമാണ് തടസ്സപ്പെടുന്നത്. ഇത് മോഷ്ടിക്കപ്പെട്ടു എന്ന് എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത്? 2018 അത് സിനിമയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. നിഷാദ് കോയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ എൻ്റെ സ്ക്രിപ്റ്റ് മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിഷാദ് കോയയാണ് എൻ്റെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് അതുപോലെ വേറൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിപ്പോൾ ഹാൽ എന്ന് പറഞ്ഞ സിനിമയായിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. അതിനെതിരെയാണ് ഞാൻ പരാതി ഫെഫ്കയിൽ കൊടുത്തിരിക്കുന്നത്. ഈ നിങ്ങളുടെ സ്ക്രിപ്റ്റ് എപ്പോഴായിരുന്നു നിഷാദ് കോയക്ക് വായിക്കാൻ അത് നൽകിയിരുന്നത്? ഈ 2018 തന്നെ ഞാൻ കൊടുത്തതാണ്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോൾ പരസ്പരം സ്ക്രിപ്റ്റ് വായിക്കാറും കഥകളെപ്പറ്റി സംസാരിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത് വായിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞാണ് എത്രയും പെട്ടെന്ന് ഇത് സിനിമയാക്കണമെന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ്. അപ്പോൾ അതിനുശേഷം 2021-22 നിഷാദ് കോയർ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നാദർഷിക്ക ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നാദർഷിക്കയോട് സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത്. അപ്പോൾ വായനയൊക്കെ കഴിഞ്ഞ് നാദർഷിക്ക അവിടെ നിന്ന് പിരിഞ്ഞു ഞങ്ങൾ. അപ്പോൾ ഞാൻ നിഷാദോട് പറഞ്ഞു, നിഷാദ് ഇതിലുള്ള പല സാധനങ്ങളും എൻ്റെ ഒരു സ്ക്രിപ്റ്റുമായിട്ട് സാമ്യമുള്ളതാണല്ലോ നീ വായിച്ച മാഹി ബേസ് ചെയ്തിട്ടുള്ളൊരു സാധനം, അതുമായിട്ട് സാമ്യമുണ്ടല്ലോ നിഷാദ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ സാമ്യമുണ്ടോ? പിന്നെ ഇത് ഒന്നും ആയിട്ടൊന്നും ഇല്ലല്ലോ, നമ്മൾ ലൊക്കേഷനും കണ്ടിട്ടില്ല, ഇതൊരു സാധനം എഴുതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാറ്റിത്തരാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ നീ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ അതിൽ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ നീ കൂടെ ഉണ്ടല്ലോ. പിന്നെ അതിൽ അന്ന് കാഞ്ഞങ്ങാട് ആയിരുന്നു ലൊക്കേഷൻ പ്ലാൻ, അപ്പോൾ സ്ലാങ് മാറ്റണം, അപ്പോൾ ഞാൻ കൂടെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ എന്നുള്ളതിൽ ഞാൻ ഓക്കെ പറഞ്ഞു. നമ്മൾ സുഹൃത്തുക്കളാണല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു തരുന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ആ പടം ആ രീതിയിൽ പിന്നെ മുന്നോട്ട് പോയില്ല. അതിൻ്റെ പ്രൊഡ്യൂസർ മാറി, ഡയറക്ടർ മാറി. ഇപ്പോൾ ഒരു 6 മാസം മുമ്പാണ് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. അപ്പോൾ നിഷാദിനോട് അന്വേഷിക്കുമ്പോൾ നിഷാദ് പറയും ഇങ്ങനെ ഒരു പടത്തിൻ്റെ പരിപാടിയെ നടക്കുന്നില്ല, ഞാനിപ്പോൾ സിനിമയായിട്ട് ബന്ധമില്ല എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ് ഒഴിയാറാണ്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്ത് പ്രൊജക്റ്റ് നടക്കുന്നുണ്ടെങ്കിലും എവിടെയും എനിക്കും കയറി ചെല്ലാം, അവൻ എൻ്റെ അടുത്തേക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എന്നെ ആ ഭാഗത്ത് അടുപ്പിച്ചേ ഇല്ല, എന്നെ അകറ്റി നിർത്തി. പലതും കള്ളം പറഞ്ഞ്, പലതും കള്ളമാണെന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പലരിൽ നിന്നും അറിയാൻ തുടങ്ങി. ആ പടത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, പ്രോജക്റ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെയാണ് അവസാനം ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ കഴിഞ്ഞ മെയ് 3 ചെറിയൊരു തർക്കമായി ഫോണിലൂടെ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു നീ കേസ് കൊടുത്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തരുന്നത്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയപ്പോൾ അതിൽ എൻ്റെ കഥയുമായിട്ട് ഒരുപാട് സാമ്യം. അതിൻ്റെ ഒരു 25ഓളം സീനുകളിൽ എൻ്റെ മൊത്തം സിനിമയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം വന്നിരിക്കുക. അത് കഴിഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, എന്നെക്കൊണ്ടത് പറ്റും എന്ന് വളരെ ആത്മവിശ്വാസത്തിൽ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രിപ്റ്റ് പൂർണ്ണമായും വായിച്ചതിന് ശേഷമാണോ നിങ്ങളുടെ സ്ക്രിപ്റ്റിലെ പ്രധാന ഭാഗങ്ങളൊക്കെ പകർത്തപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണോ ഫെഫ്കയെ സമീപിച്ചത്? അതെ, കാരണം മുമ്പേ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാനുള്ള മടി കൊണ്ടോ അത് ഞാൻ അറിയാതിരിക്കാനായിരിക്കും എന്നെ അതിൽ നിന്ന് ആ ഭാഗത്തേക്ക് അടുപ്പിക്കാതെ എന്നെ മാറ്റി നിർത്തിയതും. അപ്പോൾ എനിക്കത് നല്ല സംശയമുള്ളത് കൊണ്ടും അത് എന്താണെന്ന് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് വേണം നിർബന്ധമായിട്ട് പറഞ്ഞതും എനിക്ക് സ്ക്രിപ്റ്റ് തന്നതും. അല്ലെങ്കിൽ അവൻ എനിക്ക് സ്ക്രിപ്റ്റ്, സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ആദ്യത്തെ സ്ക്രിപ്റ്റ് അത് സിനിമയാവുക ഏത് ആളുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ക്രിപ്റ്റ് ഒരു അടുത്ത സുഹൃത്ത് അത് പകർത്തി അത് മോഷ്ടിച്ചു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, അതിനപ്പുറത്തേക്ക് ഇനി എന്ത് നടപടി, എന്തെങ്കിലും നിയമ നടപടി ഇതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഫെഫ്കയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണോ? ഫെഫ്കയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുക. ഞാൻ ഫെഫ്ക മെമ്പറാണ്. ഫെഫ്കയിൽ നിന്ന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ശരിക്ക് ഇതിൻ്റെ ഒരു വിലയിരുത്തൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ വേണമായിരുന്നു. പക്ഷേ എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടുന്നത് 3-ാം തീയതിയാണ്. ഞാൻ ഫെഫ്കയിൽ പരാതി കൊടുക്കുന്നത് 5-ാം തീയതിയാണ്. 7-ാം തീയതി ഞങ്ങളെ ഹിയറിങ്ങിന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് 10-ാം തീയതിയാണ് ഈ പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങുന്നത്. ശരിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഷൂട്ടിന് മുമ്പേ അത് സോൾവ് ചെയ്തെങ്കിൽ നന്നായേനെ. ഇനിയിപ്പോൾ എന്താണ് ഫെഫ്ക തീരുമാനിക്കുന്നത് വെച്ചാൽ അതുപോലെ. അപ്പോൾ എനിക്ക് ഫെഫ്കയിൽ നിന്ന് കിട്ടിയൊരു വിവരം, അതിൻ്റെ അവർ ഇത് പരിശോധിച്ചപ്പോൾ പ്രകടമായ സാമ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, വിശദമായ പരിശോധന നടക്കുന്നു എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ സിനിമാ പ്രവർത്തകർ ഒരു ഇത്രയും പരിചയസമ്പത്തുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ സ്ക്രിപ്റ്റുകൾ പകർത്തുന്നത് അല്ലെങ്കിൽ മോഷ്ടിക്കുന്നത് നല്ല പ്രവണതയാണോ? ഒരു യുവ എഴുത്തുകാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ഞാൻ ആദ്യം ഇതിന് പരാതി കൊടുക്കണോ വേണ്ടോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു ഒരിക്കലും അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല, അത് ഞാനിതിന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ളവർക്കെങ്കിലും അതൊരു ഗുണം ചെയ്യും. ഈ ഒരു പ്രവണത കുറയ്ക്കാൻ, അവസാനിപ്പിക്കാനും ഇത് പണ്ട് മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അവസാനിപ്പിച്ചാൽ നല്ലത്, അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും എൻ്റെ ഈ ഒരു ഇതിലൂടെ വരികയാണെങ്കിൽ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ മലയാള സിനിമാ ലോകത്ത് ഉള്ള കഥാമോഷണങ്ങൾ അത് തുടർക്കഥയാവുന്ന ഘട്ടത്തിൽ അതിനൊരു അവസാനമുണ്ടാകട്ടെ എന്ന ഒരു നിലപാടിൻ്റെ കൂടി ഭാഗമായി തന്നെയാണ് എം പ്രസന്നൻ ഫെഫ്കയ്ക്ക് പരാതി നൽകി കാത്തിരിക്കുന്നത്. ഫെഫ്ക എടുക്കുന്ന തീരുമാനം അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ആലോചനയിൽ തന്നെയാണ് പ്രസന്നനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജിഷ്ണൊപ്പം റിപ്പോർട്ടർ ആർ ഋഷിപാൽ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.